ഇതാ ഇപ്പോൾ നന്നായേക്കണേ. എൻ്റെ പൊന്നുണ്ണി കണ്ണനല്ലേ, ആനപ്പുറത്തുനിന്ന് ഇറങ്ങൂ കണ്ണാ. ഇല്ല, ഞാൻ ഇറങ്ങില്ല. ഇവിടെ നല്ല രസാ അച്ഛൻ തിരുമേനി. ഉവ്, സമ്മതിച്ചു. എന്നാലും അച്ഛൻ തിരുമേനിയുടെ ഉണ്ണിയല്ലേ, താഴെ ഇറങ്ങി വരൂ. ഞാനിപ്പോൾ ആനപ്പുറത്ത് ഏറിയിരുന്ന എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. പൂജകളൊക്കെ വൈകും. അത്താഴ ശിവേലിക്ക് ശേഷം പൂജകൾ ബാക്കിയില്ലേ? ഹം, ഈ അച്ഛൻ തിരുമേനി എന്നെ ഒന്നിനും സമ്മതിക്കൂല. ഇങ്ങോട്ട് വരൂ, ഇപ്പോൾ വരൂ, നേദ്യം സേവിക്കൂ, തൃപ്പുക കഴിഞ്ഞു, ഇനി ഉറങ്ങൂ, നിർമാല്യായി എണീക്കൂ. എങ്ങനെയാച്ചാ കണ്ണം പോവോ അവിടുന്ന് എന്ന് പറയല്ല, അച്ഛൻ തിരുമേനിയുടെ മുഖഭാവം ഒന്ന് നോക്കി കണ്ണൻ. ഇതൊക്കെ എത്ര കണ്ടിരിക്കണു അച്ഛൻ തിരുമേനി. ഇതൊക്കെ സ്ഥിരം പിണക്കങ്ങളായോണ്ട് അച്ഛൻ തിരുമേനി പറഞ്ഞു, ഞാനും പോവാ. ഇനി ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ഇപ്പോൾ ചെയ്യൂ എന്നൊന്നും ഞാൻ പറയണില്ല. കണ്ണൻ്റെ ഇഷ്ടം പോലെ ആയിക്കോളൂ എന്ന് പറഞ്ഞ് അച്ഛൻ തിരുമേനിയും പിണങ്ങി. ആഹാ, ആ പിണക്കം കാണാൻ എന്തൊരു ഭംഗിയാ. കണ്ണൻ കയ്യും കെട്ടി ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണു, അച്ഛൻ തിരുമേനി കയ്യും കെട്ടി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണു. അച്ഛൻ തിരുമേനി അല്പം ഗൗരവത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് കണ്ണൻ പതുക്കെ പറഞ്ഞു, ഏതായാലും പോവല്ലേ? എന്നാ അച്ഛൻ തിരുമേനി പോകണേന് മുമ്പ് എനിക്ക് വേണ്ടി എടുത്തു വച്ചിരിക്കണ ആ വെണ്ണ എങ്ങോട്ട് തന്നേക്കൂ. അച്ഛൻ തിരുമേനിക്ക് ചിരി വന്നു. അതിന് ഞാനെങ്ങടെ പോണേ? കണ്ണൻ പോണോന്ന് പറഞ്ഞില്ലേ, ഒറ്റയ്ക്ക് കണ്ണനെ ഞാൻ എങ്ങോട്ടും വിടൂല, ഞാൻ കൂടെ ഉണ്ടാവും. അയ്യോടാ, കണ്ണൻ പാവ ഓടി ചെന്ന് അച്ഛൻ തിരുമേനി കെട്ടിപ്പിടിച്ചു. അച്ഛൻ തിരുമേനിയുടെ കൂടെ ഞാനും ഉണ്ടാവും, എന്നും എപ്പോഴും. എന്നാൽ ഇത് രണ്ടുപേർക്കും മാത്രമല്ല, എല്ലാ ഭക്തർക്കും അതുപോലെ തന്നെയാണ്. വിളിച്ചാൽ കണ്ണൻ കൂടെ, കരഞ്ഞാലോ അതിനും കണ്ണൻ കൂടെ, സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെയും. ഭഗവാൻ ഭക്തനെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടില്ല, കൂടെ ഉണ്ടാവും. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചോളൂ, കണ്ണൻ മുന്നോട്ട് നയിച്ചോളും, കാത്തോളും. പൊന്നു ഗുരുവായൂരപ്പ, സർവം കൃഷ്ണാർപ്പണമസ്തു.